ഇനി അങ്ങോട്ട് റൗണ്ട് ഓഫ് 32 ആണ്. അതിനകത്തൊരു തരം സഡൻ ഡെത്ത് എലിമിനേഷൻ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീമുകളൊക്കെ പുറത്താകാൻ പോവുകയാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ടീമുകളൊക്കെ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിലും ഇപ്പോൾ ഒരു കളിക്കാരൻ്റെ മികവ് കൊണ്ട് അല്ലെങ്കിൽ സഡനായിട്ട് വരുന്ന ഒരു ട്വിസ്റ്റ് കൊണ്ടൊക്കെ കളി ജയിക്കാൻ അല്ലാത്ത റൗണ്ടിൽ സാധിക്കും. കാരണം അടുത്തത് വീണ്ടും വേറെ കളിക്കാനുണ്ട് എന്നൊക്കെയുള്ള ധാരണ. ഇതിലിപ്പോൾ ഒരു കലക്റ്റീവ് ആയിട്ടുള്ള ഒരു തരം സൈക്കിക് അവസ്ഥ, അത് നമ്മുടെ ഒരു എന്താ പറയുക, അതിന് ഒരു കലക്റ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ ഇത്തരത്തെ കളികൾ എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു കളിക്കാരനെ മാത്രം വെച്ചുകൊണ്ട് ജയിക്കാൻ പറ്റുന്ന കളിയായിരിക്കില്ല നോക്കൗട്ട് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ദിലീപിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ഒരു റഡാറിനകത്ത് കാണുന്ന അത്തരത്തിലുള്ളൊരു വലിയ മാനേജർ ആരാണ് ഈ വരാൻ പോകുന്ന റൗണ്ട് ഓഫ് 32-ൽ? വലിയ മാനേജർ ആരാന്ന് പറഞ്ഞാൽ 2-3 പേരുണ്ട്. അതില് ബ്രസീലിന്റെ ആൻസലോട്ടി, അർജന്റീനയ്ക്ക് സ്കലോണി ഉണ്ട്, ഇംഗ്ലണ്ടിന് തോമസ് ടൂക്കൽ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞതായിട്ട് പൂർണ്ണമായും യോജിക്കുന്നില്ല. എന്താ വെച്ചാൽ പലപ്പോഴും ഒരു സെക്കൻഡ് ഒരു മിസ്റ്റേക്ക് മതി ഒരു കളി തീരുമാനിക്കാൻ. എനിക്ക് ഓർമ്മ 1990 ബ്രസീലും അർജന്റീനയും ഒരു നോക്കൗട്ട് മാച്ചിൽ ഏറ്റുമുട്ടുന്നു. അതിൽ ബ്രസീൽ തന്നെയായിരുന്നു എത്രയോ മികച്ച ടീം. അന്ന് മാരഡോൺ ഉണ്ടായിട്ട് പോലും അർജന്റീനയ്ക്ക് വളരെ ചുരുക്കം ചാൻസസേ കിട്ടിയുള്ളൂ. പക്ഷെ മാരഡോണിന്റെ ഒരു ത്രൂ ബോൾ കനിജിയെ ഫിനിഷ് ചെയ്യുന്നു, ബ്രസീൽ ഔട്ടായി. ആ ഒരു നിമിഷത്തെ മാജിക് മതി ശരിക്കും ഒരു കളി മാറാൻ. ഇതിനകത്ത് തന്നെ ഒരു കളിയിലെ ഈ പറയുന്നതിൽ 16 കളികളാണല്ലോ വരുന്നത്. അതിനകത്ത് ഇപ്പം ഫ്രാൻസ്, സ്വീഡൻ വരുന്നുണ്ട്, ബ്രസീൽ, ജപ്പാൻ, ഇങ്ങനെയൊക്കെയുള്ള നമുക്കൊരു പർട്ടിക്കുലർ എലിമിനേഷൻ തോന്നിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. എന്നാൽ അർജന്റീനയുടേത് വരുന്നത് പിന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അതിനെപ്പറ്റി, കേപ്പ് വെർദെ ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ആൾക്കാർ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ഒരു ഈസി വാക്ക് ഓവറുള്ള കളികളും ടൈറ്റായിട്ടുള്ള കളികളും തമ്മിലുള്ള ഒരു ശ്രേണി മത്സരമാണ് ഇതിൽ നടക്കാൻ പോകുന്നത്. എപ്പോഴും പൊട്ടൻഷ്യൽ അപ്സെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദിലീപ് എങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു ഒരു ഫുട്ബോളിന്റെ എന്തെങ്കിലും തരത്തിലുള്ള സൗന്ദര്യത്തിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടോ? ഈ നശിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിലിപ്പോ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, എനിക്കും ഈ ഡ്രോ തീരെ ഇഷ്ടമല്ല. സീഡിങ്ങിന്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല വരേണ്ടത്. ഇപ്പൊ ഒരു ഫ്രാൻസും ജർമ്മനിയൊന്നും 16 ഏറ്റുമുട്ടാൻ പാടില്ല അവര് അതുവരെ എത്തിക്കഴിയുകയാണെങ്കിൽ. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന്, ഈ ഗ്രൂപ്പുകൾ ഇടുമ്പോൾ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരേ കോണ്ടിനെന്റിൽ നിന്നുള്ള ടീംസ് ഒരു ഗ്രൂപ്പിൽ വരാൻ പാടില്ല, അങ്ങനെയൊക്കെ. യൂറോപ്പിൽ നിന്ന് മാത്രമേ 2 ടീമുകൾ ഒരു ഗ്രൂപ്പിൽ അനുവദിക്കുള്ളൂ. ബാക്കി എല്ലാ കോണ്ടിനെന്റിന്റെ എല്ലാ ടീമും വേറെ വേറെ ഗ്രൂപ്പിലായിരിക്കണം എന്നാണ് നിയമം. അപ്പൊ അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ചില വളരെ വീക്കായിട്ടുള്ള ഗ്രൂപ്പുകൾ കിട്ടും, ചിലർ വളരെ ശക്തമായ ഗ്രൂപ്പും കിട്ടും. ഇപ്പൊ ജർമ്മനിന്റെയും ഫ്രാൻസിന്റെ ഒക്കെ അത്യാവശ്യം ശക്തമായ ഗ്രൂപ്പുകളായിരുന്നു. അർജന്റീന, ബെൽജിയം, ഇവർക്കൊക്കെ പൊതുവെ എളുപ്പമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് കിട്ടിയത്. അത് പക്ഷെ ആ ഡ്രോയിന്റെ പ്രത്യേകത കാരണമാണ്. അതിലൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള സംഗതികളൊന്നുമില്ല, ഒളിച്ചുകടത്തലുകളൊന്നുമില്ല. ഒളിച്ചുകടത്തൽ ചെയ്യാൻ പറ്റില്ല ഈ റൂൾസ് കാരണം. ഇതെങ്ങനെയാണ്, ഇതിപ്പോ റാങ്കിങ്സ് വെച്ച് 12 ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ 12 നല്ല ഗ്രൂപ്പ് കിട്ടും. പക്ഷെ അപ്പൊ ചിലപ്പോ ഒരു ഗ്രൂപ്പിൽ 3 യൂറോപ്യൻ ടീം, 2 സൗത്ത് അമേരിക്കൻ ടീം, അങ്ങനെയൊക്കെ വരും. അത് ഫിഫയ്ക്ക് വേണ്ട. എന്താ വെച്ചാൽ ഇതൊരു ലോകകപ്പ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ശൈലികൾ തമ്മിലുള്ള കളികൾ പറ്റണത്രയും വേണം എന്നുള്ളതാണ്. ഇതിൽ ഇന്നിപ്പോൾ ഒന്നാമതായിട്ട് നടക്കാൻ പോകുന്ന കളി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയും കാനഡയും തമ്മിലാണ്. ഇവർ രണ്ടുപേരും ഈ അങ്ങനത്തെ ഒരു 32-ലേക്ക് വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് വളരെ ഡിഫെൻസീവായിട്ട് കളിക്കുന്ന സൗത്ത് ആഫ്രിക്ക പോലത്തെ ഒരു ടീം, വളരെ അഗ്രസീവായിട്ട് കളിക്കുന്ന കാനഡ. അതിനകത്താണെങ്കിൽ ഇപ്പം ഇസ്മായിൽ കോൺ ഇല്ലാത്തതിൻ്റെ പ്രശ്നം വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു കളിയായിരിക്കും. ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും ദിലീപ് വീക്ഷിക്കുന്നത്? സൗത്ത് ആഫ്രിക്ക അവരുടെ 3 കളിയും നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പിലത്തെ 3 കളിയും നോക്കിക്കഴിഞ്ഞാൽ ഓരോ കളിയും മെച്ചപ്പെട്ട് ഇങ്ങനെ വന്നു. അവരുടെ ആദ്യത്തെ കളി വളരെ മോശമായിരുന്നു, പിന്നെ കുറച്ചും കൂടി നന്നായി കളിച്ചു. അവസാനത്തെ കളിയിൽ കൗണ്ടർ അറ്റാക്ക് ആണെങ്കിലും വളരെ നന്നായി കളിച്ചു. കൊറിയയുടെ എതിരെ അവർ അർഹിച്ച ജയമാണ്. കാനഡ ആദ്യ പകുതി കുറച്ച് മോശമായിരുന്നു സ്വിറ്റ്സർലൻഡിനെതിരെ. പക്ഷെ അല്ലാതെ അവരുടെ കളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ടീമാണ്. വളരെ ഫ്രണ്ട് ഫുട്ടിൽ അഗ്രസീവായി കളിക്കണം. അപ്പൊ ഇതിലെനിക്ക് തോന്നുന്നു വ്യത്യാസം വരാൻ പോകുന്നത്, കാനഡയുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയിട്ടുള്ള ജോൺസൺ ഡേവിഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് സ്ട്രൈക്കർ ഉണ്ട്. അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇല്ല. അപ്പൊ അവർ അധികം ചാൻസ് ഉള്ള ഒരു കളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കിട്ടണ ചാൻസ് മിക്കവാറും
കാനഡയാണ് എടുക്കാൻ സാധ്യതയുള്ളത്. ഈ കാനഡയ്ക്ക് മൈനസ് ഇസ്മായിൽ കോൺ എന്നുള്ളത് വലിയ പ്രശ്നം ഉണ്ടാക്കുമോ? അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ അവർക്ക് മറുവശത്ത് അൽഫോൺസോ ഡേവിസ് ചിലപ്പോൾ ഇന്ന് കളിച്ചേക്കും. അതൊരു വലിയൊരു വ്യത്യാസം തന്നെയാണ്. അവർക്ക് ലെഫ്റ്റ് ബാക്ക് എന്ന് മാത്രമല്ല കുറെ മുന്നേറി കളിക്കുന്ന ഒരു കളിക്കാരനും കൂടിയാണ് ഡേവിസ്. ഡെഡ് ബോൾ സിറ്റുവേഷനിൽ സെറ്റ് പീസസ് എടുക്കുന്ന കളിക്കാരനാണ്. നല്ല സ്പീഡ് ഉണ്ട്, ഫിനിഷ് ചെയ്യാൻ അറിയാം. അപ്പൊ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ്. ശരിക്കും ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പൊ ഒരു ഭാഗത്ത് ഇസ്മായിൽ കോണെ പോയത് വലിയൊരു നഷ്ടമാണ്. പക്ഷെ ചിലപ്പോൾ ഡേവിസ് തിരിച്ചു വന്നു വരും. ഈ കളിയിൽ ജയിക്കുന്ന ടീം എന്തായാലും ഒന്നുകിൽ നെതർലാൻഡ്സിന് അല്ലെങ്കിൽ മൊറോക്കോ ആയിരിക്കും നേരിടേണ്ടി വരിക. അപ്പം ഇവരുടെ ഈ കുതിപ്പ് അവിടം വരെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും? രണ്ടും ഗംഭീര ടീമാണല്ലോ. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ ലോകകപ്പിലൊക്കെ ഈ നോക്കൗട്ട് റൗണ്ട് ആവുമ്പോ പ്രത്യേകിച്ചും ഇപ്പൊ 2002 സൗത്ത് കൊറിയ, എനിക്ക് തോന്നുന്നു സ്പെയിനെയും ഇറ്റലിയും രണ്ടുപേരെയും ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചു എന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ അങ്ങനത്തെ ഷൂട്ടൗട്ടോ ഗോൾഡൻ ഗോളോ, അപ്പൊ അങ്ങനത്തെ അട്ടിമറികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള റൗണ്ട്സ് ആണ്. ഇതെന്താ വെച്ചാൽ ഒരു ടീം നന്നായി 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ മികച്ച ടീം അവരുടെ ചാൻസസ് എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ കൊറിയ ജപ്പാൻ ലോകകപ്പിൽ പല അഴിമതികളും ഉണ്ടായിരുന്നു. ഒരു ഓഫ് സൈഡ് ആയത് ഓഫ് സൈഡ് കൊടുത്തില്ല, ഓഫ് സൈഡ് അല്ലാത്തത് ഓഫ് സൈഡ് കൊടുത്തു, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വലിയൊരു മത്സരം നടക്കുന്നത് ഇപ്പം നാളെയാണ് ഇന്ത്യൻ സമയത്ത് നടക്കുന്നത്. ബ്രസീലും ജപ്പാനും തമ്മിലാണ്. നമുക്കറിയാം ബ്രസീൽ 3-2 എന്നുള്ള ഒരു സ്കോറിൽ ജപ്പാനോട് കഴിഞ്ഞ കൊല്ലം തോറ്റിട്ടുണ്ട്. അത് ഇതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിലല്ല. എന്നാൽ പോലും ബ്രസീൽ തോൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണെന്നുള്ള ജപ്പാന് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പിന്നെ ശരിക്കും തോന്നുന്നത് അതിനകത്ത് ഇവരുടെ ഈ ഒരു ഡിഫെൻസീവ് കമ്പാറ്റബിലിറ്റിയും അഗ്രസീവായിട്ടുള്ള ഒരു ട്രാൻസിഷൻ നടത്താനുള്ള കഴിവൊക്കെ ഉള്ള ജപ്പാൻ ഈ ലോകകപ്പ് തന്നെ കുറെ അങ്ങനത്തെ സാധ്യതകൾ കാണിച്ചിട്ടുണ്ട്. ബ്രസീലിന് വലിയ വെല്ലുവിളിയായിരിക്കും ജപ്പാൻ. വലിയ വെല്ലുവിളിയായിരിക്കും. പക്ഷെ എൻ്റെ വിശ്വാസം ബ്രസീൽ ജയിക്കുന്നതാണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഈ ജാപ്പനീസ് ഫുട്ബോളിന്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള രാജ്യം ബ്രസീലാണ്. അത് പണ്ട് മുതൽ ഒന്നാമത് ഈ പെലെ എന്നുള്ള ക്രേസ് ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 1980 16 വയസ്സായ കാസുമിയൂറ ബ്രസീലിൽ പോയി പെലെയുടെ സാന്റോസിന് കളിച്ച് അവിടുന്ന് തിരിച്ച് ജപ്പാനിൽ വന്നിട്ട് പിന്നെ ജെ ലീഗിന്റെ ആദ്യത്തെ ജാപ്പനീസ് സൂപ്പർ സ്റ്റാറായി മാറി, നാഷണൽ ടീമിന്റെ ഒക്കെ. അത് കൂടാതെ ജെ ലീഗ് തുടങ്ങിയപ്പോൾ ജെ ലീഗിന് ഒരു ശരിക്കുള്ളൊരു ജപ്പാനിൽ ബേസ്ബോളും സുമോ റെസ്ലിംഗും ആയിരുന്നു ഏറ്റവും വലിയ രണ്ട് സ്പോർട്ടിങ് ആക്ടിവിറ്റി. സുമോ ഞാൻ സ്പോർട്ട് എന്ന് പറയുമെന്ന് അറിയില്ല, സ്പോർട്ടിങ് ആക്ടിവിറ്റി. അത് രണ്ടും ഫുട്ബോളിന്റെ എത്രയോ മുമ്പിലായിരുന്നു. ഈ ജെ ലീഗ് വന്ന് പോപ്പുലർ ആവാൻ വലിയൊരു കാരണം ആ സമയത്ത് ആർസെൻ വെങ്കറൊക്കെ അവിടെ കോച്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ വെങ്കർ ഒരു വലിയ പേരല്ല, ഗാരി ലിനിക്കർ പോയി കളിച്ചു. പക്ഷെ ഏറ്റവും വലിയ പേര് അപ്പൊ സീക്കോ ആയിരുന്നു. സീക്കോ ജപ്പാനിൽ പോയി കളിച്ചു, പിന്നീട് കോച്ച് ചെയ്തു, നാഷണൽ ടീമിനെ കോച്ച് ചെയ്തു. അപ്പൊ അത് ഇന്ത്യയിൽ വന്നിട്ട് അവർ 7-0 ജയിച്ചിട്ടുണ്ട് സീക്കോ കോച്ച്. അപ്പൊ അതാണ് ജാപ്പനീസ് ഫുട്ബോളിന്റെ വളർച്ചയിൽ ബ്രസീലിന് വളരെ വലിയൊരു പങ്കുണ്ട്. ഇതിനകത്ത് ഒരു സൈക്കോളജിക്കൽ ബാരിയർ എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, ഈ ബ്രസീലിന് ഈ കഴിഞ്ഞ 24 വർഷം ജയിക്കാൻ പറ്റാത്തത് ഒരു വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സംഗതി. അതേ അവസരത്തിൽ ജപ്പാനും ഈസിയല്ല. ജപ്പാൻ എന്താ വെച്ചാൽ ജപ്പാൻ ഒരു അവസാന റൗണ്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ടീമും അല്ല. ഇതിലേത് മാനസിക സമ്മർദ്ദമായിരിക്കും ഏറ്റവും ഇതിനെ കീഴടക്കാൻ പോകുന്നത്? ബ്രസീലിന്റെ ഭാഗത്തുനിന്ന് പക്ഷെ അതൊരു വാശിയായിട്ടും മാറാം. ഇപ്പൊ നമ്മൾ ഇത്രയും കാലമായിട്ട് ജയിക്കാൻ പറ്റിയിട്ടില്ല, ഇതൊരു അവസരമായിട്ട് കാണണമെന്നും അങ്ങനെയും കാണാം. പിന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ നെയ്മർ ഫാക്ടർ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ നെയ്മറിന്റെ ഏറ്റവും മികച്ച റെക്കോർഡ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ജപ്പാനെതിരെ 5 കളിയിൽ 9 ഗോളും 3 അസിസ്റ്റും ഉണ്ട് ജപ്പാനെതിരെ. അപ്പൊ സാധാരണ രീതിയിൽ നിങ്ങളൊരു 11 സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ 11-ൽ നെയ്മർ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ടീമിന്റെ ബാലൻസും ഇതൊക്കെ ഒരു നന്നായി പോണ ഒരു ടീമാണ്, അത് ഞാൻ മാറ്റില്ല. പക്ഷെ ഈ ഒരു ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, 9 ഗോള് 3 അസിസ്റ്റ് 5 കളിയിൽ. അപ്പൊ എങ്ങനെയെങ്കിലും നെയ്മറിനെ ആ പിച്ചിൽ ഇറക്കേണ്ടി വരും. അതിപ്പോ രണ്ടാം പകുതിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായാലും. എന്താ വെച്ചാൽ ഈ കളിക്കാർക്കും അവരുടെ മനസ്സിലും ഇത് എൻ്റെ ടീമാണ്, എനിക്ക് ഈ ടീമിനെതിരെ എപ്പോ വേണമെങ്കിലും ഗോൾ അടിക്കാം, അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
ഞാൻ പല സ്പോർട്സ്മാനോടും സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ചില ടീംസിനെതിരെ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. അപ്പൊ അതുപോലെയാണ് നെയ്മർ ഈ കളിയിൽ. അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു വളരെ ഫാസിനേറ്റിംഗ് ആയിരിക്കും. ഈ ദിലീപ് പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ 11 എന്തായാലും നെയ്മറിനെ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. ഒന്ന് പരിക്ക് തന്നെയാണ് പ്രധാന കാരണം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വെനീഷ്യസ് ജൂനിയർ ആയാലും മെത്തേസ് കുനി ആയാലും ഒക്കെ തന്നെ ആ ഒരു ടീമിനെ വെച്ചിട്ട് തന്നെ ജപ്പാനെ തോപ്പിക്കാൻ പറ്റും. പറ്റും. എന്താ വെച്ചാൽ ഇപ്പൊ ജപ്പാന് വലിയൊരു തിരിച്ചടി എന്താന്ന് കൂബോ, ഞാൻ ഇന്നലെ വരെ മനസ്സിലാക്കിയത് ജാപ്പനീസ് പത്രങ്ങളുടെ ട്രാൻസ്ലേഷൻ കുറച്ച് പ്രശ്നമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കൂബോ ഒറ്റയ്ക്ക് അവരുടെ നാഷണൽ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ ട്രെയിൻ ചെയ്യണം, അല്ലാതെ ടീമിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കൂബോ ആണ് അവരുടെ ഏറ്റവും ക്രിയേറ്റീവ് പ്ലെയർ. അപ്പൊ കൂബോ കളിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ഒരു 20% കുറഞ്ഞു. വേറെ മികച്ച കളിക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 2 കളിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ബ്രസീൽ കുറച്ചും കൂടി ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു തോന്നലുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മെത്താസ് കുഞ്ഞ ഫോർവേഡ് ലൈനിൽ നിന്ന് ഡീപ്പായി ഡ്രോപ്പ് ചെയ്യേണ്ടതായിരുന്നു. മിഡ്ഫീൽഡ് കുറച്ചും കൂടി ശക്തമായിട്ടുണ്ട്. ആ കാസ്മീറോന് പേസ് ഇല്ലാത്തതൊന്നും അത്ര അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ 2 കളിയിൽ. ഇപ്പൊ ഇന്നത്തെ 2 കളികൾ, അതായത് ഒന്നും ഈ പറഞ്ഞ ദക്ഷിണാഫ്രിക്ക, കാനഡ, ബ്രസീൽ, ജപ്പാൻ, ഇതിനകത്തൊരു പ്രവചനം നടത്താൻ ദിലീപിന് സാധിക്കും? കാനഡ എനിക്ക് തോന്നുന്നത് ഒരു 2 ഗോളിന് ജയിക്കേണ്ടതാണ്. എൻ്റെ ആഗ്രഹം സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നത്. എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു രാജ്യം, ഞാൻ കുറെ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം സൗത്ത് ആഫ്രിക്ക ജയിക്കണം എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കാനഡ ജയിക്കും. മറ്റേ കളി ക്ലോസ് ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ വേറെ ഒന്നുമല്ല, കാർലോ ആൻസലോട്ടി കോച്ച് ആയത് കാരണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ജപ്പാൻ ഇതിൽ വളരെ ഡീപ്പായി പോകണമെന്ന്. പക്ഷെ ഈ ഒരു ഡ്രോ വളരെ ക്രൂരമായ ഒരു ഡ്രോ ആണ് ശരിക്കും. അത് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ബ്രസീലിനെ മറികടക്കാൻ പറ്റും. 1 ഗോളൊറ്റ വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷെ ബ്രസീൽ ജയിക്കും. ഇന്നലത്തെ പോർച്ചുഗൽ കൊളംബിയ കളിയിൽ സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ് മാഗസിൻ ഇന്ന് രാവിലെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് വെച്ചാൽ ഈ ഓവർ വർക്ക്ഡ് റൊണാൾഡോ സ്പോയിൽസ് പോർച്ചുഗൽ ചാൻസസ് എന്നാണ്. അതായത് പിന്നെ അത്രയും ഒരു എന്താ പറയുക, റൊണാൾഡോ ആണ് ഒരു മുന്നോട്ട് പോകുന്നതിൽ പോർച്ചുഗലിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ ക്രിറ്റിസം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടാലും തോന്നും, കാരണം വെച്ചാൽ 24 ഷോട്ടുണ്ട് കൊളംബിയയുടേത്, 13 ഷോട്ടുകളേ ഉള്ളൂ പോർച്ചുഗലിന്റെ. പക്ഷെ രണ്ടിൻ്റെയും ഒരു ടീം ബാലൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിലീപ് ഒപ്പം പറയുന്നതാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് പോർച്ചുഗലിന്. പക്ഷെ കളിക്കളത്തിൽ നമുക്ക് കാണാനില്ല, പ്രത്യേകിച്ചും കൊളംബിയ പോലത്തെ ഒരു ടീമിനാണ്. കൊളംബിയ ആണെങ്കിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം എന്താണ്, നമ്മൾ ഒരു കളിക്കാരന്റെ മേധം ഒബ്സസ്ഡ് ആവുമ്പോൾ ചിലപ്പോൾ മറ്റേ ടീമിനെ പറ്റി മറക്കും. കൊളംബിയ ഇന്നലെ വളരെ നന്നായി കളിച്ചു. ഏറ്റവും ആ പിച്ചിൽ നിറയെ താരങ്ങളായിരുന്നു 2 ഭാഗത്തും. അതിൽ ഏറ്റവും നല്ല കളിക്കാരൻ എൻ്റെ അഭിപ്രായത്തിൽ ജോൺ ആരിയസ് എന്ന് പറഞ്ഞ ഇപ്പോൾ പാൽമീറസിന് ബ്രസീലിൽ കളിക്കുന്ന കളിക്കാരൻ. എങ്ങനെ അയാള് വുൾഫ്സിന് വേണ്ടി ഇംഗ്ലണ്ടിൽ കളിക്കാൻ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ 6 മാസം കഴിഞ്ഞ് സ്ഥലം വിട്ടു തിരിച്ച് ബ്രസീലിലേക്ക് പോയി. അത്രയും മികച്ച കളിക്കാരന്. ഇന്നലെ ആ മിഡ്ഫീൽഡിൽ ഇത്രയും നല്ല കളിക്കാരനായിട്ട് വിറ്റീന്യ, ജോനവസ് ഇവരൊക്കെ ഉണ്ടായിട്ട് ഏറ്റവും ശ്രദ്ധയിൽ വന്നത് ഈ ജോൺ ആരിയസ് ആണ്. ടാക്ലിംഗ് ആയാലും ഷൂട്ടിംഗ് എല്ലാം പാസിംഗ് ഒക്കെ കൂടി. അപ്പൊ അത് കൊളംബിയ വളരെ നന്നായി കളിച്ചു. അത് ഡാനിയൽ മ്യൂണോസ് ഏറ്റവും അവസാനമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുന്നത്. എന്നിട്ടും കൂടി മറ്റേ റൈറ്റ് ബാക്ക്, റിസർവ് റൈറ്റ് ബാക്കും അത്ര നന്നായി കളിച്ചു. അപ്പൊ അവരുടെ ഭാഗത്തുള്ള മികവ് നമ്മൾ സമ്മതിക്കാതെ പറ്റില്ല. പോർച്ചുഗലിന്റെ കാര്യത്തിൽ ഇപ്പൊ 2 ചോദ്യങ്ങളാണ്. ഇപ്പൊ ഒരു ടീം അവരുടെ ലെവൽ അനുസരിച്ച് കളിക്കാതിരിക്കുമ്പോൾ അത് കളിക്കാരുടെ കുഴപ്പമാവാം. പലപ്പോഴും കളിക്കാരുടെ സ്റ്റാൻഡേർഡ്സ് ഒരു കളിയിൽ ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഇത് 11 കളിക്കാരുടെയും അത്ര ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ ചോദ്യം വരുന്നത് കോച്ചിന്റെ കുഴപ്പമാണോ? കോച്ചിന് ആ ഇൻ ഗെയിം അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ 2 സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുത്തി ഹാഫ് ടൈമിൽ. പക്ഷെ വലിയൊരു കളിയുടെ മൊമെന്റം വലിയൊരു വ്യത്യാസം വന്നില്ല. എനിക്ക് തോന്നുന്നു ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു ഷോട്ട് ഒഴിച്ച് വളരെ ഒരു ഗോൾ ഉറപ്പായിട്ടും ഗോൾ ആവുന്ന, അത് ഭയങ്കര ഒരു സേവ് ആയിരുന്നു, പറയാതെ പറ്റില്ല. ബ്രൂണോന്റെ ഷോട്ട് സേവ് ചെയ്തത്. പക്ഷെ അത് കൂടാതെ ഒരു ഉറപ്പായിട്ടും ഗോൾ ആവുമെന്ന് പറയാൻ ഒരു ചാൻസ് ശരിക്കും പോർച്ചുഗലിന് ഉണ്ടായിരുന്നില്ല. കൊളംബിയക്കാണെങ്കിൽ മറ്റേ ഡിയോഗോ കോസ്റ്റ കുറെ നല്ല സേവ്സ് ചെയ്തു.
ഈ ഡേവിൻസൺ സാഞ്ചസിന്റെ അവസാനത്തെ ഹെഡർ ഉണ്ടല്ലോ, ആ. അതൊരു വിവാദമായിട്ടുണ്ട്. മാത്രമല്ല വാർ എങ്ങനെയാണ് ഈ വീഡിയോ അസിസ്റ്റ് എങ്ങനെയാണ് ഒരു കളിയുടെ ബ്യൂട്ടി ഇല്ലാതാക്കുന്നത്. കാരണം ചെറിയ ഇതേ ഉള്ളൂ. മാത്രമല്ല കൊളംബിയയുടെ കോച്ച് പറഞ്ഞത് ഇനി മൂപ്പരുടെ കൈയും കാലും ഒക്കെ നന്നാക്കിയതിന് ശേഷം വരാം ഞാൻ. അതിൽ പക്ഷെ എനിക്കൊന്നും പറയാനില്ല. എന്താ വെച്ചാൽ ഇതിപ്പോ റോബോട്ട് തീരുമാനിക്കുന്നത്, ഹ്യൂമൻ എറർ ഇതിൽ വരുന്നില്ല. അത് റോബോട്ട് ലൈൻ വരയ്ക്കുകയാണ് ഇതിന്റെ റീപ്ലേ നോക്കിയിട്ട്. അപ്പൊ അതില് അതങ്ങനെയാണ്. ഇപ്പൊ ചിലപ്പോ ഒരു വിരലിന്റെ വീതി ഉണ്ടാവുള്ളൂ, ചിലപ്പോ ഒരു ബൂട്ടിന്റെ അത്ര ഉണ്ടാവും. പക്ഷെ ഓഫ് സൈഡ് ആണെങ്കിൽ ഓഫ് സൈഡ് ആണ്, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ടീമിന് കൊടുത്തിട്ട് മറ്റ് മിനിഞ്ഞാന്ന് ഇറാനിന് ഇതേപോലെ പറ്റി. അവർ ജയിച്ചു എന്ന് വിചാരിച്ച കളി ഒരു ഫിംഗർ നെയിലിന്റെ വിത്തിന് അത് ഓഫ് സൈഡ് കൊടുത്തു. അർജന്റീനയും ജോർദാനും തമ്മിലുള്ള 3-1 കലാശിച്ച കളി, അതിനകത്ത് അർജന്റീനയുടെ ഒരു മനോഹരമായ കളിയായിട്ടാണ് പൊതുവെ നമുക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അതിനകത്തുള്ള ആ ഒരു ഫ്രീ കിക്കുകൾ, പിന്നെ മെസ്സി പിന്നീട് ഇറങ്ങുന്നത് എല്ലാം ചേർന്നിട്ടൊരു, അതായത് മെസ്സി ഇല്ലെങ്കിലും കളി ജയിക്കും എന്നുള്ള രീതിയിലാണോ ഈ ഒരു ടീമിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തോന്നുന്നു നമുക്ക്. നമ്മൾ ആ ഒരു സംശയം ഇന്നലെയും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അല്ല, അവർക്ക് ഈ കളിക്കാർക്ക് ഈ കളി വളരെ ആവശ്യമായിരുന്നു. ഈ ബെഞ്ചിൽ ഇത്രയും കാലം ബെഞ്ചിലിരുന്ന കളിക്കാർക്ക് ഇപ്പൊ പെട്ടെന്ന് നോക്കൗട്ട് റൗണ്ടിൽ എത്തി നിങ്ങൾക്ക് 1-2 പരിക്ക് പറ്റിയെന്ന് വിചാരിക്കും. അത് സാധാരണ സംഭവിക്കേണ്ടതാണ് ഒരു ലോകകപ്പിൽ. അങ്ങനെ ആകുമ്പോൾ കയറി വരുന്ന കളിക്കാർക്ക് എന്തെങ്കിലും പ്രാക്ടീസ് വേണം, അല്ലാതെ അവർ ട്രെയിനിങ്ങിൽ മാത്രം ബോൾ തട്ടി കളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ കളിക്കാർക്കൊക്കെ ഇപ്പൊ ലൊസെൽസോ 1 മണിക്കൂർ കളിച്ചു, മറ്റേ നിക്കോ പാസ് 1 മണിക്കൂറിലധികം കളിച്ചു. അപ്പൊ ഇവർക്കൊക്കെ ആൽവറസ് കുറെ മിനിറ്റ് കളിച്ചു. അപ്പൊ ഇവർക്കൊക്കെ ആ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യം. ഡിഫൻസിൽ ഓട്ടോമാറ്റി അങ്ങനത്തെ കളിക്കാർക്കൊക്കെ ആ ടൈം ആവശ്യമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അവരോട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒരു പരിക്കുകാരന് സ്റ്റാർട്ടറായി ഇറങ്ങാനോ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. ഈ ജോർദാന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അർജന്റീന പോലെയുള്ള ഒരു വലിയ ടീമിനെതിരെയുള്ള ഒരു ഗോൾ, അതൊരു ബ്യൂട്ടിഫുൾ ഗോളാണ്. ദിലീപ് എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്? ഈ ഗോള് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും മനസ്സിലാവാത്തത്. ഇപ്പൊ നമ്മൾ ഈ ലോകകപ്പിൽ എല്ലാതരം സിസ്റ്റം കണ്ടിട്ടുണ്ട്. 5-3-2, 4-3-3, 4-4-2 ഒക്കെ എല്ലാ 4-2-3-1 കുറെ ടീംസ് കളിക്കുന്നത്. പക്ഷെ മിക്ക വൈഡ് പ്ലേയേഴ്സ് എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ ഒരു ഫാഷൻ അതാണ്. അവർ ഉള്ളിലേക്ക് കട്ട് ചെയ്തിട്ട് സെൻട്രലായിട്ട് കളിക്കാനാണ് അവരുടെ പ്രിഫറൻസ്. ഏത് കളിയായാലും ഏത് ഡിഫൻഡറോട് നിങ്ങൾ ചോദിച്ചാലും, ഇപ്പൊ ബെറേസി ആയാലും വാൻഡാക്ക് ആയാലും റിയോ ഫെർഡിനാൻഡ്, ജോൺ ടെറി, ആരോട് ചോദിച്ചാലും ഏറ്റവും ബുദ്ധിമുട്ട് ഡിഫെൻഡ് ചെയ്യാൻ 6 യാർഡ് ബോക്സിലേക്കുള്ള ലോ ക്രോസ് ആണ്. ഹൈ ക്രോസ് ആണ് നിങ്ങൾക്ക് ഹെഡ് ചെയ്ത് തെറിപ്പിക്കാം. ലോ ക്രോസ് തെറിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഓൺ ഗോളാണ്. ഇത് എന്തുകൊണ്ട് ടീംസ് ബൈലൈനിലേക്ക് പോയിട്ട് ലോ ക്രോസ് അല്ലെങ്കിൽ കട്ട് ബാക്ക് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജോർഡൻ അങ്ങനെയാണ് ഗോൾ അടിച്ച് 6 യാർഡ് ബോക്സിലേക്ക്. അത് ആൽറ്റമാരി ഉഗ്രനായി ഫിനിഷ് ചെയ്തു. ഞാൻ ജോർഡന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ചെറിയ ടീമുകളിൽ വെച്ച് ഗോൾ അടിക്കാൻ കഴിവുള്ള ഒരു ടീമാണ് അവർ. 24 ഗോൾസ് ആയിരുന്നു അവരുടെ 3 സീനിയർ സ്ട്രൈക്കേഴ്സ് ക്വാളിഫയിങ്ങിൽ അടിച്ചത്. അതിൽ ഒരാൾ പരിക്കായിട്ട് പോയി. പക്ഷെ അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പൊ അവർക്ക് എനിക്ക് സന്തോഷമായത് കണ്ടിട്ട്. എന്താ വെച്ചാൽ അവർക്ക് അർജന്റീന പോലത്തെ ഒരു വലിയ ടീമിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റി. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കളി അൾജീരിയയും ഓസ്ട്രിയയും 3-3 ഡ്രോ പിടിച്ച കളിയാണ്. അതായത് അതിനെപ്പറ്റി പറയുന്നത് ദ ബിഗ്ഗസ്റ്റ് ഗ്രഡ്ജ് മാച്ച്. അതിനൊരു ഹിസ്റ്ററി ഉണ്ടല്ലോ, പണ്ട് നമ്മളൊരു വിശകലനത്തിൽ പുറത്താക്കിയ. ഇന്നലത്തെ മാച്ച് അങ്ങനെ എന്തെങ്കിലും തോന്നിപ്പിക്കുന്നുണ്ടോ നമ്മൾ? ഇന്നലത്തെ മാച്ചിൽ എനിക്ക് സന്തോഷമായ ഒരു കാര്യം, അവർ രണ്ടുപേരും വേണമെങ്കിൽ ഒത്തുകളി നടത്തായിരുന്നു. 0-0 കളിച്ചിട്ട് രണ്ടുപേരും മുന്നോട്ട് പോയി. ഇത് പക്ഷെ വാശിയോടുകൂടി 2 ടീമും കളിച്ച അവസാന നിമിഷങ്ങളിലാണ് ഓസ്ട്രിയക്ക് സമനില കിട്ടി ഇറാൻ പുറത്താവുന്നത്. അതില് ഇപ്പൊ നേരത്തെ ജോർഡന്റെ കാര്യം പറഞ്ഞ പോലെ അൾജീരിയക്ക് റിയാദ് മാറിസ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ഉണ്ട്. അങ്ങനത്തെ ഒരു കളിക്കാരൻ മതി കളികൾ മാറ്റാൻ ശരിക്കും. അപ്പൊ അവര് ഈ നോക്കൗട്ട് റൗണ്ട്സിലും അത് കാരണം ഡേഞ്ചറസ് ആയിരിക്കും. മാറിസ് ഫോമിലാണെങ്കിൽ എവിടുന്നും ഗോൾ അടിക്കാൻ പറ്റാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഓസ്ട്രിയയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഈ ലാസ്റ്റ് സെക്കൻഡിൽ ഈക്വലൈസർ അടിച്ച കളിക്കാരൻ സാഷ കലാഡ്സിച്ച്.
നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ മനക്കരുത്ത്, സഹനശക്തി എന്നൊക്കെ പറഞ്ഞ് ഈ കളിക്കാരന് 28 വയസ്സായി. 3 ACL സർജറി. സാധാരണ ഒന്ന് കഴിഞ്ഞിട്ട് തന്നെ പലരും വിരമിക്കും. ഇത് 2019, 2022, 2024 3 ACL ഇത് ടയറും സർജറിയും കഴിഞ്ഞ് തിരിച്ചു വന്ന് കളിക്കണ ആളാണ്. അപ്പൊ അത് ശരിക്കും നമസ്കരിക്കണം. അതും അങ്ങനെ ചാടി ഹെഡ് ചെയ്ത് ഗോളാക്കുക, അത് ഭയങ്കര ഒരു വേൾഡ് കപ്പിന്റെ തന്നെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് അത് ശരിക്കും. ഇംഗ്ലണ്ട് പാനമ കളിയിൽ 2-0 ഇംഗ്ലണ്ട് ജയിച്ചെങ്കിലും ആദ്യത്തെ പകുതിയിലൊന്നും ഗോളില്ല. മാത്രമല്ല പല സ്പോർട്സ് കമന്റേറ്റേഴ്സും പറഞ്ഞത് ഈ കളിയിൽ താല്പര്യത്തോട് കളിക്കുന്നത് ഇപ്പം ബെല്ലിംഗാം മാത്രമേ ഉള്ളൂ, വേറെ ആരും എന്താണ് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ കളിക്കുകയാണ്. പക്ഷെ നമുക്ക് കളി അവസാനിച്ചപ്പോൾ നമുക്ക് തോന്നുക പുതിയ കോച്ചിന്റെ കീഴിൽ ഒരു പുതിയ പദ്ധതി ഇംഗ്ലണ്ട് രൂപപ്പെടുത്തി എടുക്കുന്നുണ്ടോ, ജയിക്കുക എന്നുള്ള സാധനം. ഹിസ്റ്റോറിക്കലി ഒരിക്കലും ജയിക്കാത്ത ഒരു ടീമാണല്ലോ ഇംഗ്ലണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ പക്ഷെ ഒരു ഡെക്ലൻ റൈസ് ഇല്ലാതെ കളിച്ചപ്പോൾ വേറെ തന്നെ ഒരു മിഡ്ഫീൽഡ് കോമ്പിനേഷൻ, ബെല്ലിംഗമും ആൻഡേഴ്സണും കൂടി, മറ്റേ മൂന്നാമത്തെ ആൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്. പക്ഷേ ഇംഗ്ലണ്ട് പിടിച്ചു നിന്നു. അത് പാനമയ്ക്ക് ആദ്യത്തെ പകുതിയിലൊക്കെ 1-2 ചാൻസസ് ഉണ്ടായിരുന്നു. അവര് കൗണ്ടറിൽ ഒരു ഡേഞ്ചറസ് ടീമുമാണ്. ഒരു ഷോട്ട് ബാറിന്റെ ജസ്റ്റ് മേലെ കൂടി പോവുക ചെയ്ത്. പക്ഷെ ബെല്ലിംഗം പ്രത്യേകിച്ചും നന്നായി കളിച്ചു. ഗോൾ അടിച്ചത് അത് ഫൗൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ പോലും കാല് നീട്ടി തട്ടി ഗോളാക്കി. പിന്നെ രണ്ടാമത് അസിസ്റ്റും കൊടുക്കണം. അത് നല്ലൊരു ക്രോസ് ആയിരുന്നു ഹാരി കെയ്നിന്റെ ഗോളിന്. അപ്പൊ അത് ഇംഗ്ലണ്ടിന് ആവശ്യം ഈ ഒരു റിസൾട്ട് മാത്രമായിരുന്നു. അവർക്കിപ്പോ ഒരു ഫേവറബിൾ ഡ്രോ എന്ന് ഞാൻ പറയില്ല. കോങ്കോ ഒരു ടഫ് ഫൈറ്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടത് കിട്ടി. ഇതിൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ സംസാരിച്ച പോലെ ഇതിന്റെ ഒരു ടൈ ബ്രേക്കിന്റെ കുറിച്ച് പാനമയുടെ കോച്ച് ക്രിസ്ത്യൻസൺ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ വി വർ ഓൾറെഡി എലിമിനേറ്റഡ് മാത്തമാറ്റിക്കലി, ഇതൊരു വെറും കളിയായിരുന്നു. ആ ഒരു എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഓരോ ടീമുകൾ ഓരോ രീതിയിലും അത് കാണും. ഇപ്പൊ ചില ടീമുകൾക്ക് അവസാനം അവർ വീട്ടിൽ പോണതിന് മുമ്പ്, ഇപ്പൊ ടർക്കിയുടെ കാര്യത്തിലൊക്കെ ഒരു നല്ല റിസൾട്ടോട് കൂടി പോകണം. ചിലര് തീരെ ഡൗൺ ആയിട്ട് ഒരു സ്പിരിറ്റ് ഇല്ലാതെ കളിക്കും. ഇപ്പൊ ട്യൂണീസിയൊക്കെ എല്ലാ മാച്ചിലും ഏകദേശം അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പൊതുവെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടീമുകളും നല്ല വാശിയോടുകൂടി തന്നെ കളിച്ചിട്ടുള്ളത്. വളരെ നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ള വളരെ കുറച്ച് ടീമുകളേ ഉള്ളൂ. ഇപ്പൊ ഏഷ്യന്ന് ഖത്തറും സൗദിയും ഉറുഗ്വേ, പ്രത്യേകിച്ച് ടോപ്പ് ഉറുഗ്വയാണ് ഹെഡ്ലൈൻ. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ട്യൂണീസിയം. അതല്ലാതെ ശരിക്കും വളരെ നിരാശപ്പെടുത്തി എന്ന് പറയാൻ ഒരു ടീമും ഇല്ല. അങ്ങനെ ഈ ഉസ്ബക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കളി, അതിനകത്ത് കോങ്കോ 3-1 ഉസ്ബെക്കിനെ തോൽപ്പിച്ചു. പക്ഷെ അതിനകത്ത് ഉസ്ബെക്കിസ്ഥാന്റെ ഗോളിനെ പറ്റി ഇതിനകം തന്നെ ഇപ്പം നമ്മൾ പലതരത്തിലുള്ള റിവ്യൂസ് നോക്കുന്ന സമയത്ത് ഇപ്പം ഗാഡിയൻ തൊട്ടങ്ങോട്ട് എല്ലാവരും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മനോഹരമായ ഗോളിനാണ് തോന്നുന്നുണ്ട്. ലോബായിരുന്നു. അത് നല്ലൊരു സ്ട്രൈക്കറാണ്. അവിടെ റോമയില് വേണ്ടത്ര ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു നല്ല ക്ലാസ് സ്ട്രൈക്കറാണ്. എനിക്ക് തോന്നുന്നു അവര് കുറച്ചും കൂടി അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഏഷ്യയിൽ പേടിക്കേണ്ട ഒരു ടീമായി മാറും. ഈ മികച്ച 2-3 കളിക്കാരുണ്ട്, ഇനി കുറെ യൂത്ത് പ്ലേയേഴ്സ് വരാനുണ്ട്. അപ്പൊ അവരിതൊരു ഈ ആകപ്പാടുള്ള ഈ ലോകകപ്പ് എക്സ്പീരിയൻസ് ഒരു വലിയൊരു പോസിറ്റീവായിട്ട് തന്നെ കാണുള്ളൂ. എന്താ വെച്ചാൽ അവർ കളിച്ചിരുന്നത് കോങ്കോ ടീമിൽ അനേക കളിക്കാർക്ക് യൂറോപ്യൻ EPL എക്സ്പോഷറൊക്കെ ഉള്ള കളിക്കാരാണ്. ഈ ഫാബ്ലോ കന്നവാരോ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ചും അത്ര ഒരു നല്ലതല്ലാത്ത സ്ഥലത്തുള്ള ഒരു ടീമിനെ ഇത്രയും ഗംഭീരമായിട്ട് കൊണ്ടുവരുന്നതിൽ കന്നവാരോയുടെ മാനേജർ മികവ് എത്രമാത്രമുണ്ട്? മാനേജർ മികവ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തില് കാനവാരോന് എളുപ്പം എന്താ വെച്ചാൽ ഇവർക്കിപ്പോ ഒരു കൺവെയർ ബെൽറ്റ് യൂത്ത് ടാലന്റ് ആണ്. ഈ Under-17, Under-20 ഇങ്ങനത്തെ ടീംസ് ഇങ്ങനെ താരങ്ങളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെപ്പോഴും ഒരു മാനേജറുടെ ജോലി എളുപ്പമാക്കും. മറ്റേതിപ്പോ നമ്മളിപ്പോ പല ടീമിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ മുസ്ലേരൊക്കെ 40 വയസ്സില് ഗോളില് നിൽക്കണം. അത് കാരണം അത് അനുഭവിക്കുകയും ചെയ്തു. അപ്പൊ അത് പലപ്പോഴും അതിന്റെ കാരണം വേറെ യങ് ടാലന്റ് വരാത്തത് കാരണമാണ്. ക്രൊയേഷ്യ ഘാന മാച്ചിൽ നമ്മൾ എപ്പോഴും നമ്മൾ മാഡ്രിക്കിന്റെ ഒരു മാജിക്കിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആണല്ലോ. അതിനകത്ത് അങ്ങനെയുള്ള ഒരു വലിയ കളിക്കാരന്റെ എന്ത് മികവാണ് ഇന്നലെ ദിലീപിനെ കാണാൻ പറ്റിയത്?
വലിയ കളിക്കാരന്റെ മികവ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക കളി. മോഡ്രിച്ചിനെ പോലത്തെ കളിക്കാർക്ക് പലപ്പോഴും അവർക്ക് കിട്ടേണ്ട പ്രശംസ കിട്ടാറില്ല. എന്ന് വെച്ചാൽ അവര് ഇപ്പോഴത്തെ ലോകത്തിൽ നമ്മൾ വെറും ഗോളും അസിസ്റ്റും മാത്രമേ നോക്കുന്നുള്ളൂ. അത് പുറകുന്ന് ഈ അസിസ്റ്റിന്റെ പിന്നിൽ ആരാന്ന് നോക്കണില്ല പലപ്പോഴും. അപ്പൊ ഈ ക്രൊയേഷ്യയുടെ കാര്യത്തിൽ എത്രയോ കാലമായിട്ട് മുഴുവൻ കളിയുടെ ടെമ്പോ സെറ്റ് ചെയ്യണ കളിക്കാരൻ മോഡ്രിച്ചും, പിന്നെ കുറച്ചും കൂടി ചെറിയ തോതിൽ മാറ്റിയോ കോവിച്ചിച്ച്, ഇവർ രണ്ടുപേരുമാണ് കുറെ കാലമായിട്ട്. അപ്പൊ അതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഗാന ഒരു ഡേഞ്ചറസ് ഫിസിക്കൽ ടീമാണ്. അവർ കളിയിലേക്ക് തിരിച്ചു വരും ചെയ്തു. പക്ഷെ പിന്നീട് അവസാനം ക്രൊയേഷ്യ പോയി ജയിക്കുന്നു. അത് അവര് ജയിക്കേണ്ട കളി തന്നെയായിരുന്നു. ഇപ്പൊ പൊസിഷൻ നോക്കിയാലും നല്ല ഷോട്ട്സ് ആർക്കായിരുന്നു എന്നൊക്കെ നോക്കിയാലും ജയിക്കേണ്ടത് ക്രൊയേഷ്യ തന്നെയാണ്. അതില് പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ കളിക്കകത്ത്, അതായത് ഫീൽഡിൽ ഉണ്ടാക്കുന്ന ഒരു ഇതിനകത്തെ, അതായത് ഈ ഫിസിക്കൽ ഡോമിനൻസും ഇതൊക്കെയുള്ള ഇത്രയും വലിയ ടീം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആ ഒരു ടീമിന്റെ അടുത്ത് സൈക്കോളജിക്കലി കിട്ടുന്നൊരു അഡ്വാൻറ്റേജ്, അതുപോലെ സ്ട്രാറ്റജിയിൽ പെട്ടെന്ന് വരുത്തുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ക്രൊയേഷ്യ ഗംഭീരമായിട്ട് പരീക്ഷിച്ചൊരു കളിയാണ്. അതായത് ഒരു പൊതുജീവിതത്തിലെ മാനേജ്മെന്റിൽ പോലും നമ്മൾ കാണേണ്ട രീതിയിലുള്ള ഒരു കളിയാണ് ക്രൊയേഷ്യയുടെ ഇന്നലത്തെ കളി എന്നാണ് പറയുന്നത്. ക്രൊയേഷ്യ വളരെ അനുഭവമുള്ള കളിക്കാരായത് കാരണം അത് രണ്ട് രീതിയിൽ കാണാം നമുക്ക്. ഒന്ന്, കുറെ അനുഭവത്തിന്റെ കൂടെ കുറെ പ്രായമായി. അപ്പൊ ഒരു എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോണ ഒരു കളിയാണെങ്കിൽ അവർ ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും. പക്ഷെ പ്രത്യേകിച്ച് നോക്കൗട്ട്സ് വരുമ്പോൾ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ കളിക്കാർക്കൊക്കെ ഒരു കളി മാനേജ് ചെയ്യാൻ അറിയാം. അവർക്ക് അവരുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് അറിയാം. അതിനനുസരിച്ച് അവർ കളിക്കും. എക്സ്ട്രാ ഇതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ മോഡ്രിച്ചിനെ പോലത്തെ കളിക്കാർക്ക് ഞാൻ മുമ്പ് ഫ്രാങ്കി ഡിയോങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാ സാഹചര്യത്തിനും 5 പാസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ആ കറക്റ്റ് പാസ് ചൂസ് ചെയ്യുകയും ചെയ്യും. വേറെ കളിക്കാർ, സാധാരണ കളിക്കാർ ഈ 5 പാസ് ഉണ്ടെങ്കിൽ അവർ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് എടുക്കുക. ഇത് മോഡ്രിച്ചിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ മിസ്റ്റേക്ക് സാധാരണ വരാറില്ല. ഇപ്പൊ ഈ റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരു പൊതു റിവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഇതിലകത്ത് ഏതെങ്കിലും പ്രത്യേക റീജിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഡോമിനൻസ് ദിലീപ് കാണുന്നുണ്ടോ? അത് ഫുട്ബോളിന് ഗുണകരമാവാം, ചിലപ്പം ദോഷമാവാം. ദിലീപിന്റെ അഭിപ്രായം എന്താണ്? വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത് ശരിക്കും. ഇതിപ്പോ ഞാനൊരു ക്ലാസ് റൂം അന്തരീക്ഷം വെച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് 1ാം റാങ്ക് ആഫ്രിക്കയ്ക്ക് 90%. 10 ടീമിൽ 9 ടീമും കയറിയിട്ടുണ്ട്. അതിൽ 5 പേര് ഓട്ടോമാറ്റിക് ആയിട്ട് ക്വാളിഫൈ ചെയ്തതാണ്. 4 പേര് ഈ 3ാം സ്ഥാനത്തുള്ള ടീംസ് ആയിട്ട്. അതിൽ പക്ഷെ ഭാഗ്യം കൊണ്ട് ക്വാളിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത് ആകെ സെനഗളും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് 4 പോയിന്റ് ഉണ്ടായിരുന്നു. സെനഗളും പക്ഷെ അവരുടെ ഭാഗ്യം അവര് സൃഷ്ടിച്ചതാണ്. 8 ഗോൾ അടിച്ചിട്ട്. ഇറാനൊക്കെ വെറും 3 ഗോൾ അടിച്ചുള്ളൂ. അതുകൊണ്ടാണ് അവർ വീട്ടിൽ പോകുന്നത്. സെനഗൾ 8 ഗോൾ അടിച്ചു. അതുകൊണ്ട് അവർ അടുത്ത റൗണ്ടിലെത്തി. അപ്പൊ ആഫ്രിക്ക ക്ലാസ് ടോപ്പർ. പിന്നെ യൂറോപ്പിനും സൗത്ത് അമേരിക്കയ്ക്കും 2 പേർക്കും ഡിസ്റ്റിങ്ഷൻ. സൗത്ത് അമേരിക്ക 6ൽ 5 ടീം കയറി. യൂറോപ്പിൽ നിന്ന് 16ൽ 13 ടീം. സ്കോട്ട്ലൻഡ്, ചെക്കിയ, ടർക്കി മാത്രമേ പുറത്തായിട്ടുള്ളൂ യൂറോപ്പിൽ നിന്ന്. പിന്നെ പാസ് മാർക്ക് കിട്ടിയ നോർത്ത് ആൻഡ് സെൻട്രൽ അമേരിക്ക 6 ടീമിൽ നിന്ന് 3 ഹോസ്റ്റും കയറിയിട്ടുണ്ട്. തോറ്റ് എല്ലാ കാലത്തും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നത് ഏഷ്യ. 9 ടീമിൽ നിന്ന് 2 പേര്. അതില് ഓസ്ട്രേലിയ ഒരു ഫൈറ്റിംഗ് ടീമാണ്. ജപ്പാനാണ് ശരിക്കും ഒരു മികച്ച ടീം എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി കൊറിയ ഞാൻ വിചാരിച്ചത് എത്തുന്നായിരുന്നു. അവര് പക്ഷെ അവസാനത്തെ 2 കളി അത്ര നന്നായി കളിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇപ്പൊ ജോർദൻ, ഇറാൻ, ഇവർക്കൊക്കെ അഭിമാനിക്കാൻ കാര്യങ്ങളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ 2 കളി നന്നായി കളിച്ചു. സൗദി, ഖത്തർ ഇവരായിരുന്നു ഏറ്റവും മോശം ഏഷ്യയിൽ വെച്ചിട്ട്. പക്ഷെ അത് വലിയൊരു വളരെയധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആഫ്രിക്കയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾ 10 സ്ഥാനം കൊടുത്തു 48 എന്നൊക്കെ. ഇപ്പൊ അത് അവർ തെളിയിച്ചിട്ടുണ്ട്. 9 ടീം അടുത്ത റൗണ്ടിലെത്തി.